എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് നമ്മുടെ നറൂട്ടോ കുട്ടപ്പൻ ഇപ്പൊ തീ കിടന്ന് വെന്തുരുകാണ്. അപ്പൊ പെട്ടെന്ന് സാസുകയുടെ നേർക്ക് ആരോ വരുന്നുണ്ട്. അതാരാ നോക്കിയാ മറ്റാരുമല്ല, നമ്മുടെ കുട്ടപ്പൻ. കുട്ടപ്പൻ കറങ്ങി വന്ന് സാസുകയെ അടിക്കുമെങ്കിലും സാസുകയ്ക്ക് യാതൊരു കുലുക്കവും ഇല്ലാതെ കുട്ടപ്പനെ നോക്കി നിൽക്കും. അപ്പൊ വീണ്ടും കുട്ടപ്പന് ദേഷ്യം വന്ന് അവന്റെ മോന്തയ്ക്ക് ഒരു കുത്തൂടെ കൊടുക്കും. പക്ഷെ സാസുക വീണ്ടും ഒരു കുലുക്കമില്ലാതെ നിൽക്കുമ്പോ കുട്ടപ്പന് കലി കയറി കുട്ടപ്പൻ അവന്റെ കൈ ചുരുട്ടി ഇപ്പൊ സാസുകയെ ചറപറ ഇടിച്ച് സാസുകയുടെ വായിന്ന് ചോരയൊക്കെ ചീറ്റിച്ച് അങ്ങനെ നിൽക്കും. അതിന് സാസുക പറയും, നിന്നെ കൊണ്ടേറി വന്ന ഇതേ സാധിക്കൂ. പക്ഷെ ഞാൻ എന്റെ ശരീരം കണ്ണുപോലും ഇതുവരെ നിനക്ക് നേരെ ഉപയോഗിച്ചിട്ടില്ല. കുട്ടപ്പന് ദേഷ്യം വന്ന് അവൻ വീണ്ടും അടിക്കാനായിട്ട് കൈ ഓങ്ങുമ്പോ സാസുക അവൻ ഈസി ആയിട്ട് കുട്ടപ്പന്റെ കൈ അവിടെ പിടിച്ചു വെക്കും. സാസുക പറയും, നിനക്കെന്റെ മുൻപിൽ നിൽക്കാനുള്ള യോഗ്യത പോലും ഇല്ല. എന്റെ പവറിന്റെ ഏഴയലത്ത് നീ വരില്ല എന്ന് പറയുമ്പോ ഹിറ്റാച്ചി പണ്ട് സാസുകയോട് പറഞ്ഞ അതേ കാര്യം അവനൊന്ന് ഓർക്കും. സാസുകയ്ക്ക് ഉടനെ കാര്യം മനസ്സിലാവും. ഇവൻ ഇനിയും ലീഫ് വില്ലേജിൽ തുടരുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്റെ പവർ കുറഞ്ഞു പോകും. തീർച്ചയായും നിന്നെ ഞാൻ വിടില്ല എന്ന് പറഞ്ഞ് സാസുക കുട്ടപ്പനെ ഇടിച്ചങ്ങോട്ട് തെറിപ്പിക്കും. താഴേക്ക് പറന്നു വീണ കുട്ടപ്പനെ അവനിപ്പോ അടിച്ച് അവന്റെ ചങ്കത്ത് തൊഴിച്ച് ഇപ്പൊ കറക്കി അടിച്ച് നിലത്തിടും. അങ്ങനെ ശ്വാസം കിട്ടാതെ നമ്മുടെ കുട്ടപ്പൻ അവിടെ തന്നെ കിടക്കുമ്പോ സാസുക എടുത്ത കുട്ടപ്പന്റെ ആ ഒരു നിഞ്ചാ ബാഗ് അത് അവന് തന്നെ ഇട്ടുകൊടുക്കും. ബോധം നഷ്ടപ്പെട്ട് കുട്ടപ്പനാവട്ടെ അവിടെ ഒരു വലിയ കുഴിയില് ഇപ്പൊ വീണ് കിടക്കുകയാണ്. അത് കഴിഞ്ഞ് വീണ്ടും സാസുക ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോകും. ഹിറ്റാച്ചി വീണ്ടും പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞ് സാസുകയെ തോളിലേറ്റി ഇപ്പൊ മുൻപോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവരുടെ അച്ഛൻ വർക്ക് ചെയ്യുന്നത് ആ ഗ്രാമത്തിലെ തന്നെ പോലീസ് ഹെഡ് ക്വാർട്ടേഴ്സിലാണ്. അവർ രണ്ടുപേരും ഇപ്പൊ അതിന്റെ തൊട്ടടുത്തെത്തും. അപ്പൊ ഈ ഉച്ചിഹ ക്ലാനിന്റെ ഒരു പ്രത്യേക സിമ്പിള് കണ്ട് സാസുക ചോദിക്കും, ഇവരെന്തിനാണ് ഈ ഒരു പ്രത്യേക സിമ്പിള് ഇവിടെ കൊടുത്തിരിക്കുന്നതെന്ന്. അപ്പൊ ഹിറ്റാച്ചി പറയും, ഇത് പണ്ട് മുതലേ ഉള്ള ഒരു ഫേമസ് സിമ്പിളാണ്. അതായത് ഗ്രാമത്തില് ഇത്തരത്തിലൊരു പോലീസ് ഫോഴ്സ് ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ ശാന്തിക്കും സമാധാനത്തിനും വേണ്ടി ഒരു ഗ്രൂപ്പ് തന്നെ നിലനിന്നിരുന്നു. ആ ഗ്രൂപ്പിന്റെ അന്നത്തെ സിമ്പലാണ് ഇപ്പൊ അവർ ഉപയോഗിക്കുന്നത്. അന്നത്തെ ആ ഒരു ഗ്രൂപ്പും ആ ഒരു സിമ്പലും ഒരുപാട് ഫേമസ് ആണ്. ഒരുപാട് വലിയ വലിയ ഷിനോബികളാണ് അന്ന് ആ ഒരു ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നത്. ഇന്നത്തെ ഈ ഒരു ഫോഴ്സിലും അതുപോലുള്ള ഒരുപാട് കഴിവുള്ള ആളുകൾ മാത്രമാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ സാസുകയ്ക്ക് ഒരുപാട് സന്തോഷാവും. കാരണം അവന്റെ പപ്പ അത്ര ഗ്രേറ്റ് ആണ്. അപ്പൊ സാസുക അവന്റെ ചേട്ടന്റെ അടുത്ത്, ചേട്ടൻ തീർച്ചയായിട്ടും ഈ ഒരു പോലീസ് ഫോഴ്സിൽ വലുതാവുമ്പോ ചേരില്ലേന്ന് ചോദിക്കുമ്പോ ഹിറ്റാച്ചി ആവട്ടെ എനിക്കതിന് തീരെ താല്പര്യമില്ല എന്ന് മറുപടി പറയും. പക്ഷെ സാസുകയ്ക്ക് ഒരുപാട് ഇഷ്ടമാണ് പോലീസ് ഫോഴ്സിൽ വർക്ക് ചെയ്യാൻ. നാളെ അക്കാദമി പോകുമ്പോ ഞാൻ ഒരുപാട് കാര്യങ്ങള് അതിനുവേണ്ടി പഠിച്ചെടുക്കുന്നു കൂടെ അവൻ കൂട്ടിച്ചേർക്കും. അങ്ങനെ നമ്മുടെ ആൾക്കാര് വഴിനീള കുശലമൊക്കെ പറഞ്ഞ് ഇപ്പൊ പതിയെ അവരുടെ വീട്ടിലെത്തും. അപ്പൊ വീടിന് മുന്നില് അവരുടെ അച്ഛൻ വളരെ ദേഷ്യപ്പെട്ട് നിപ്പുണ്ട്. നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത്രയും വൈകിയത്? എനിക്ക് അത്യാവശ്യമായിട്ട് ചില കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞ് രണ്ടുപേരെയും ഇപ്പൊ അകത്തേക്ക് വിളിപ്പിക്കും. പപ്പ ഹിറ്റാച്ചിയുടെ പേര് വിളിച്ച്, എനിക്ക് നിന്നെ ഓർത്ത് ഒരുപാട് അഭിമാനാണ്. നീ ചൊനിയനായിട്ട് അരവർഷം ആകുന്നതിന് മുൻപ് തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. പപ്പ വീണ്ടും പറയും, നാളെ എനിക്ക് വലിയൊരു മിഷൻ ഉണ്ട്. എന്റെ കൂടെ സഹായത്തിന് ഹിറ്റാച്ചി തീർച്ചയായിട്ടും വരും. ഈ മിഷൻ സക്സസ് ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവനെ അൻപു ബ്ലാക്ക് ഓപ്സിൽ തന്നെ ഒരു മെമ്പറാക്കി മാറ്റും. അത് കേൾക്കുമ്പോ ഹിറ്റാച്ചിക്ക് ദേഷ്യം അത് കയറി വരും. അവന്റെ കണ്ണ് അത് ദേഷ്യം കൊണ്ട് കത്താൻ തുടങ്ങും. അപ്പൊ സാസുകയാവട്ടെ, നാളെ ഞാൻ ആദ്യമായിട്ട് അക്കാദമിയിലേക്ക് പോവുകയാണെന്ന് പറയുമ്പോ അതിനപ്പൻ ടെൻഷനായിട്ട്, എന്നെ കൊണ്ട് പറ്റില്ല, നാളെ വലിയൊരു മിഷൻ നടക്കാൻ പോവുകയാണ്. അത് കേട്ട് നമ്മുടെ സാസുകയ്ക്ക് ഒരുപാട് വിഷമാവും. കാരണം അവന്റെ ഫസ്റ്റ് അക്കാദമി ഡേയില് പപ്പയും ഇല്ല, ഇപ്പൊ അവന്റെ ബ്രദറും ഇല്ല. അപ്പൊ ഹിറ്റാച്ചി തറപ്പിച്ചു പറയും, നാളെ എന്തൊക്കെയുണ്ടെങ്കിലും ഞാൻ എന്റെ അനിയന്റെ കൂടെ പോവും. അപ്പൊ പപ്പ വീണ്ടും ദേഷ്യപ്പെട്ട്, നാളത്തെ മിഷൻ അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആണ്, അത് ഒഴിവാക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോ ഹിറ്റാച്ചി ആവട്ടെ, അക്കാദമിയില് ഒരാൾ ഫസ്റ്റ് ഡേ പോകുമ്പോ തീർച്ചയായിട്ടും അവന്റെ ബന്ധുക്കള് അവന്റെ കൂടെ തീർച്ചയായിട്ടും ഉണ്ടാവണം. ഇതെനിക്ക് നേരത്തെ തന്നെ അറിയാവുന്ന കാര്യമാണെന്ന് ഹിറ്റാച്ചി തറപ്പിച്ചു പറയും. ഫുൾ കലിപ്പില് ഇപ്പൊ പപ്പയാവട്ടെ അവിടുന്ന് കടന്നു പോകുമ്പോ ഹിറ്റാച്ചി സാസുകയെ ആശ്വസിപ്പിക്കും. ഇവിടെ സീൻ ബ്ലാക്ക് ഔട്ട് ചെയ്ത നെക്സ്റ്റ് ഡേ ഇപ്പൊ ഗ്രാമത്തില് സെറിമണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഹൊക്കാകെ എന്നത്തേതും പോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് കഴിവുണ്ട്, അതുപയോഗിച്ച് നല്ല രീതിയിൽ കയറി വായോ എന്ന് പറഞ്ഞ് എല്ലാവരെയും വിഷ് ചെയ്യും. കട്ട് ചെയ്ത ഇപ്പൊ പപ്പയ്ക്ക് ആ ഒരു മിഷന് പോകാൻ പറ്റാതെ ഒരുപാട് വിഷമത്തില് താഴോട്ടങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഹിറ്റാച്ചി കൂളായിട്ട്
അവന്റെ മാസ്റ്ററിന്റെ അടുത്തേക്ക് നടന്നു ചെന്ന് സാസുകയെ പരിചയപ്പെടുത്തും. കാരണം ഇന്നു മുതല് സാസുകയുടെ ടീച്ചർ ഇദ്ദേഹമാണ്. മാസ്റ്റർ ഹിറ്റാച്ചിയെ കണ്ട്, നിന്നെ പോലെ ഇത്രയും മിടുക്കനായ സ്റ്റുഡന്റിനെ എന്റെ ഇത്രയും കാലത്തെ ജീവിതത്തില് ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ പപ്പ പറയും, ഇവനും ഹിറ്റാച്ചിയെ പോലെ തന്നെ നല്ലൊരു ഷിനോബി ആയിട്ട് വരും, തീർച്ചയായും ഇവനെ നല്ലപോലെ ശ്രദ്ധിക്കണമെന്ന് പറയും. കട്ട് ചെയ്താ നെക്സ്റ്റ് ഡേ ക്ലാസ്സില് ഇപ്പൊ സാസുകയെ കണ്ട് ഒരുപാട് പിള്ളേരാവട്ടെ അവൻ ഉച്ചിഹ ക്ലാനിൽ ചേർന്നവനാണ്, അവൻ ഒരുപാട് പവർ ഉണ്ട്, നമ്മുടെ ഇടയില് ബെസ്റ്റ് അവനായിരിക്കും എന്നൊക്കെ ചുറ്റുമിരുന്ന് പറയുമ്പോ സാസുകക്കുട്ടന് രോമാഞ്ചിഫിക്കേഷൻ വന്ന് എങ്ങനെയെങ്കിലും ഇവരെ ബോധിപ്പിക്കാനായിട്ടാണെങ്കിലും ഒരു ബെസ്റ്റായി തീരണം, അല്ലെങ്കിൽ നാണക്കേടാണെന്ന് പറഞ്ഞ് അവനാവട്ടെ ഹെവി ആയിട്ട് പ്രാക്ടീസ് ചെയ്യും. കട്ട് ചെയ്ത പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞ് സാസുക വീട്ടിലെത്തുമ്പോ പപ്പയാവട്ടെ ഹിറ്റാച്ചിയെ വിളിച്ചിരുത്തി വീണ്ടും അവനെ പ്രശംസിക്കാൻ തുടങ്ങും. എനിക്ക് നിന്നെ ഓർത്ത് ഒരുപാട് അഭിമാനാണ്, തീർച്ചയായിട്ടും അൻപു ബ്ലാക്ക് ഓപ്സില് നീ ഒരു സ്റ്റാർ തന്നെ ആയിരിക്കുമെന്ന് ആൾ അടിച്ചു പറയും. അതൊക്കെ കേൾക്കുമ്പോ നമ്മുടെ സാസുകയ്ക്ക് ചെറുതായിട്ടൊരു അസൂയ തോന്നും. അടുത്ത ദിവസം മുതല് നമ്മുടെ ആളാവട്ടെ ഒടുക്കത്തെ പ്രാക്ടീസ് ആരംഭിക്കും. അവന്റെ ചേട്ടൻ ദൂരെയുള്ള പാറയ്ക്കപ്പുറമുള്ള എയിം പോലും കൃത്യമായിട്ട് അടിച്ചു കൊള്ളിക്കും. സാസുക കൈ കിട്ടിയതെല്ലാം തന്നെ വലിച്ചെറിഞ്ഞിട്ടും ഒരെയിമിൽ പോലും കറക്റ്റായിട്ട് കൊള്ളില്ല. അവൻ വീണ്ടും വീണ്ടും കത്തി വലിച്ചെറിയുമെങ്കിലും യാതൊരു പ്രയോജനം ഉണ്ടാവില്ല. എയറിന്റെ പവറില് കാല് തന്നെ അവനിപ്പോ തെറിച്ച് താഴെ വീഴും. അപ്പൊ സാസുകയുടെ അമ്മ അവന്റെ തൊട്ടടുത്ത് വന്നിരുന്ന്, ലുക്ക്, നീ ഇപ്പൊ തന്നെ വളരെയധികം ടയേർഡാണ്, തീർച്ചയായിട്ടും നീ ആദ്യം റൂമിൽ പോയിട്ട് നന്നായിട്ടൊന്ന് ഉറങ്ങ്, എന്നിട്ട് നാളെ രാവിലെ മുതൽ ഇനി പ്രാക്ടീസ് ചെയ്താൽ മതി എന്ന് പറയുമ്പോ അതിന് സാസുകെ ഒരുപാട് വിഷമത്തില്, എന്റെ ചേട്ടൻ ആൾ അക്കാദമിയിലെത്തി 1 വർഷം കൊണ്ട് തന്നെ ദ ബെസ്റ്റ് ആയിട്ട് മാറി, ഞാൻ എത്ര ശ്രമിച്ചിട്ടും എന്നെ കൊണ്ട് ഒന്നും തന്നെ നടക്കുന്നില്ല, എല്ലാവർക്കും എന്നില് ഒരുപാട് പ്രതീക്ഷയാണ്. അപ്പൊ അമ്മ പറയും, ഹിറ്റാച്ചിയും ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഇവിടം വരെ എത്തിയത്, തീർച്ചയായിട്ടും നിന്റെ മുൻപിൽ ഒരുപാട് സമയമുണ്ടെന്ന് പറഞ്ഞ് അവനെ ആശ്വസിപ്പിക്കും. കട്ട് ചെയ്ത നെക്സ്റ്റ് ഡേ ഗ്രേഡ് കാർഡ് കൊടുക്കുമ്പോ നമ്മുടെ സാസുകയ്ക്ക് ഒരുപാട് സന്തോഷാവും. കാരണം നമ്മുടെ ആളാണ് ഇപ്പൊ ക്ലാസ്സിലെ ഏറ്റവും ടോപ്പർ. ഒരുപാട് സന്തോഷിച്ച് തുള്ളിച്ചാടി ഗ്രേഡ് കാർഡ് പപ്പയുടെ കൈ കൊണ്ടുപോയി കൊടുക്കും. അപ്പൊ പപ്പ കാഷ്വൽ ആയിട്ട് ആ ഗ്രേഡ് കാർഡ് മേടിച്ച്, പപ്പ ഗ്രേഡ് കാർഡ് കണ്ടിട്ട്, ആഹാ, നിന്റെ ചേട്ടനെ പോലെ തന്നെ നിനക്കും നല്ല മാർക്കുണ്ടല്ലോ, പോയി നല്ലോണം ഫുഡൊക്കെ കഴിക്കുമെന്ന് പറഞ്ഞ് സാസുകയെ അവിടുന്ന് പറഞ്ഞു വിടും. പക്ഷെ സാസുകയ്ക്ക് അവൻ ഒരുപാട് വിഷമാവും. അവൻ കരുതിയത് പപ്പ അവനെ ചേർത്ത് പിടിച്ച്, നീ എന്റെ മകനാണെന്ന് പറയാൻ എനിക്ക് ഒരുപാട് അഭിമാനാണ്, നീ മിടുക്കനാണ് എന്നൊക്കെ പറഞ്ഞ് അവനെ ചേർത്ത് പിടിക്കുമെന്നാണ്. പക്ഷെ അങ്ങനെ ഒന്നും ഉണ്ടായില്ല. കട്ട് ചെയ്ത നെക്സ്റ്റ് ഡേ സാസുക ഉണരുമ്പോ തന്നെ അവന്റെ അച്ഛനും ചേട്ടനും തമ്മിൽ എന്തോ ഒരു തർക്കത്തിലാണ്. അപ്പോഴാണ് പ്രശ്നം എന്താണെന്ന് സാസുകയ്ക്ക് മനസ്സിലാവുക. അതായത് ഗ്രാമത്തില് നാളെ വലിയൊരു അസംബ്ലിംഗ് ഉണ്ട്. ഹിറ്റാച്ചി ആണെങ്കിൽ ഗ്രാമത്തിലെ തന്നെ ഇപ്പൊ പ്രമുഖനാണ്, അതുകൊണ്ട് തീർച്ചയായിട്ടും അവൻ അതിൽ പങ്കെടുക്കണം. പക്ഷെ ഹിറ്റാച്ചി അതിന് തയ്യാറാവില്ല. അവന് വേറൊരു മിഷൻ ഉണ്ടെന്നും പറഞ്ഞ് അവനിപ്പോ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറിക്കൊണ്ടിരിക്കും. ഈ ഗ്രാമത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടവരിൽ ഒരുവനാണ് നീ. ഈ ഒരു അസംബ്ലിയില് ഒരുപാട് പ്രമുഖര് പങ്കെടുക്കുന്നുണ്ട്. അവിടേക്ക് വരാൻ നമ്മളെ എല്ലാവരെയും അവർ ക്ഷണിച്ചിട്ടുണ്ട്, തീർച്ചയായിട്ടും നീയും വരണം. അതിന് ഹിറ്റാച്ചി ഒന്നും മറുപടി പറയാതെ അവിടെ നിൽക്കുമ്പോഴായിരിക്കും സാസുക ഈ കാര്യങ്ങളെല്ലാം തന്നെ ഒളിഞ്ഞു കേൾക്കുന്നുണ്ട് എന്ന് അവന് മനസ്സിലാവും. കട്ട് ചെയ്ത നെക്സ്റ്റ് ഡേ ഹിറ്റാച്ചിയുടെ അടുത്ത് സാസുക പറയും, പപ്പയ്ക്ക് എന്നെ ഒട്ടും ഇഷ്ടമല്ല, പപ്പയ്ക്ക് എപ്പോഴും നിന്നെ മാത്രമേ ഇഷ്ടമുള്ളൂ. അതിന് ഹിറ്റാച്ചി പറയും, നീയാണ് ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല നിഞ്ച. ഒരിക്കൽ തീർച്ചയായിട്ടും പപ്പ നിന്നെ ഓർത്തും ഒരുപാട് അഭിമാനിക്കും. ഒരിക്കൽ എല്ലാവരും നമ്മളെ പുകഴ്ത്താനായിട്ട് തുടങ്ങിയാൽ തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് പവർ ഉണ്ട് എന്നൊരു അഹങ്കാരം പതിയെ വളരാൻ തുടങ്ങും. അത് വലിയ അപകടം ഉണ്ടാക്കും. ഉടനെ പുറത്തുനിന്ന് എന്തോ ഒരു സൗണ്ട് കേൾക്കും. അവിടെ ഇപ്പൊ ആരോ ഉണ്ട്. അത് മറ്റാരുമല്ല, സാസുകയും ഹിറ്റാച്ചിയും ആ ഒരു അസംബ്ലിക്ക് പോവാത്തോണ്ട് അതിന്റെ കാരണം അറിയാനായിട്ട് അവിടേക്ക് വന്ന മറ്റു 3 പേരാണ്. അപ്പൊ സാസുക വീണ്ടും ഒരു ഡോറിന്റെ പുറകില് പതുങ്ങിയിരുന്ന് അത് മുഴുവൻ കേൾക്കും. അപ്പൊ വന്നവരില് ഒരു മുടിയൻ പറയും, നീ അൻപു ബ്ലാക്ക് ഓപ്സിലേക്ക് വന്നപ്പോ തന്നെ ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു നീ എല്ലാം നശിപ്പിച്ചിട്ടേ പോവുകയുള്ളൂ എന്ന്. നിന്റെ അച്ഛനും ഇത് തന്നെയാണ് ഞങ്ങളോട് പറഞ്ഞതെന്ന് പറയുമ്പോ അവരുടെ ചോദ്യവും നിൽപ്പും ഒക്കെ കാണുമ്പോ ഹിറ്റാച്ചി പറയും, ഓക്കെ, ഇനി ഒരിക്കലും അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന്. പക്ഷെ അവര് വിടാതെ വീണ്ടും വീണ്ടും എന്തൊക്കെയോ പറഞ്ഞ് ഹിറ്റാച്ചിയെ കുറ്റപ്പെടുത്താൻ തുടങ്ങും. അപ്പൊ അവര്, നിന്നെപ്പോലെ തന്നെ ഷിസുനും ഈ ഒരു മീറ്റിംഗില് പങ്കെടുക്കാൻ എത്തിയിട്ടില്ല, അവൻ വെള്ളത്തിൽ ചാടി ആത്മഹത്യ ചെയ്തു. അത് കേൾക്കുമ്പോ നമ്മുടെ ഹിറ്റാച്ചിക്ക് ഒരുപാട് വിഷമാവും. കാരണം ഹിറ്റാച്ചിക്ക് ഷിസു അവന്റെ ബ്രദറിനെ പോലെ ആയിരുന്നു. അപ്പൊ അവര് പറയും, ഇൻവെസ്റ്റിഗേഷനിൽ അവന്റെ പോക്കറ്റിൽ നിന്ന് ഒരു ലെറ്റർ കിട്ടി. ഹിറ്റാച്ചി പറയും, നിങ്ങളല്ലേ പറഞ്ഞത് അവൻ ഓൾറെഡി സൂയിസൈഡ് ചെയ്തതാണെന്ന്, പിന്നീട് എന്തിനാണ് വെറുതെ ഒരു ഇൻവെസ്റ്റിഗേഷൻ എന്ന് ചോദിക്കും.
അപ്പൊ അവര് പറയും അതൊരു ആത്മഹത്യയല്ല, തീർച്ചയായിട്ടും ഒരു കൊലപാതകം തന്നെയാണ്. ആരോ ശരീരം കണ്ണുപയോഗിച്ച് അവന്റെ കൈയക്ഷരത്തില് ഈ ലെറ്റർ എഴുതി വെച്ചു. എന്തൊക്കെ ബുദ്ധിമുട്ടുകളിലും എത്ര വലിയ മിഷൻ കൊടുത്താലും അതെല്ലാം ഈസി ആയിട്ട് അവൻ ചെയ്യുമായിരുന്നു. അങ്ങനെ ഒരുവൻ തീർച്ചയായിട്ടും ആത്മഹത്യ ചെയ്യില്ല. സോ അൻപു ബ്ലാക്ക് ഓപ്സിന്റെ ഈ ഒരു ഇൻവെസ്റ്റിഗേഷന് തീർച്ചയായിട്ടും നീ സഹകരിക്കണം. അവരുടെ ചോദ്യവും സംസാരവും കേട്ട് അവന് മനസ്സിലാവും അവര് സംശയിക്കുന്നത് തന്നെ തന്നെയാണെന്ന്. അപ്പൊ നിങ്ങൾ സംശയിക്കുന്നത് എന്നെയാണോ ചോദിക്കുമ്പോ അതിന് അവര് പറയും തീർച്ചയായിട്ടും ഞങ്ങൾക്ക് സംശയമുണ്ട്. ഇൻവെസ്റ്റിഗേഷന് നീ സഹകരിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ സ്വഭാവം മാറും. ആ സമയത്ത് എന്തോ 5-6 വലിയ ഒച്ച കേട്ട് നമ്മുടെ സാസുകയാവട്ടെ ഷോക്കായി പോവും. ശരിക്കും എന്താ സംഭവിച്ചെന്ന് വെച്ചാ ഹിറ്റാച്ചി അവരെ 3 പേരെയും ഇടിച്ചു തെറിപ്പിച്ചു. അപ്പൊ അടി കൊണ്ടതിൽ ഒരുത്തൻ പറയും ഒരുപാട് നാളായിട്ട് ഷിസുൻ ഹിറ്റാച്ചിയെ അവൻ അറിയാതെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. അവൻ വാച്ച് ചെയ്തതില് നമ്മുടെ ഹിറ്റാച്ചി ആള് ശരിയില്ല എന്ന് അവൻ കണ്ടെത്തിയിരുന്നു. അപ്പൊ അതേ സമയത്ത് പപ്പ അവിടേക്ക് വന്നിട്ട് നിന്റെ പോക്ക് അതൊട്ടും ശരിയല്ല, നീ എന്തുകൊണ്ടാണ് ഇന്ന് അസംബ്ലിക്ക് വരാതിരുന്നതെന്ന് വീണ്ടും ചോദിക്കും. അവൻ പറയും എനിക്കൊരു പ്രാക്ടീസ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ഇത്രയും നേരവും ഞാൻ അതിന്റെ തിരക്കിലായിരുന്നു. അപ്പൊ ഇവൻ പറയുന്ന സത്യമാണോ എന്നറിയാൻ വേണ്ടിയിട്ട് ആട്ടെ എന്തായിരുന്നു നീ ചെയ്ത ആ പ്രാക്ടീസ് എന്ന് ചോദിക്കും. അവൻ ഉടനെ അവന്റെ കത്തി ചാടിയെടുത്ത് അത് കറക്കി ഒരു ഒറ്റയേറ് കറക്റ്റായിട്ട് അത് മതിലെ പോയി തറച്ചു നിൽക്കും. അപ്പൊ ഹിറ്റാച്ചി അവരെയും ക്ലാനിനെയും എല്ലാത്തിനെയും കുറിച്ച് കുറ്റപ്പെടുത്തി സംസാരിക്കുമ്പോ പപ്പ ദേഷ്യപ്പെട്ട് പറയും നീ ഇങ്ങനെ സംസാരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിന്നെ പിടിച്ച് ജയിലിലിടും. പാവൻ സാസുക ഇതെല്ലാം കേട്ട് പേടിച്ചിരിക്കുകയാണ്. അപ്പൊ പെട്ടെന്ന് ഹിറ്റാച്ചിയുടെ ആറ്റിറ്റ്യൂഡ് മാറി അയ്യോ എനിക്കറിയില്ല ഷിസുനെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, ദയവ് ചെയ്ത് എന്നെ വിശ്വസിക്കൂന്ന് പറഞ്ഞ് അവൻ സാഷ്ടാംഗം പ്രണമിക്കും. അപ്പൊ പപ്പ പെട്ടെന്ന് പറയും കഴിഞ്ഞ മിഷൻ മുതല് അവൻ വളരെ ടയേർഡാണ്, ഇത്തവണത്തേക്ക് തീർച്ചയായിട്ടും അവനോട് ക്ഷമിക്കണം, കുറച്ചു നേരം അവൻ റെസ്റ്റ് എടുക്കട്ടെ എന്ന് പറഞ്ഞ് ഹിറ്റാച്ചിയെ അകത്തേക്ക് വിടും. ഹിറ്റാച്ചിയെ കണ്ട് ഇപ്പൊ പപ്പയ്ക്ക് ഒരുപാട് വിഷമാവും. ഇന്നു മുതൽ ഞാനിവനെ പ്രത്യേകം ശ്രദ്ധിക്കും, ഇനി ഇവന്റെ ഭാഗത്തുനിന്ന് യാതൊരു മിസ്റ്റേക്കും ഉണ്ടാവില്ല. പപ്പ പറഞ്ഞത് കേട്ട് അവര് 3 പേരും തിരികെ പോകുമ്പോ ഹിറ്റാച്ചി ആവട്ടെ അവന് കലി കയറി പല്ല് കടിച്ച് അവന്റെ ശരീരം കണ്ണുകൊണ്ട് അവരെ 3 പേരെയും തുറിച്ചു നോക്കും. കട്ട് ചെയ്ത ഇപ്പൊ പ്രസന്റില് ഈ കാര്യങ്ങളെല്ലാം തന്നെ സാസുക ആലോചിച്ച് നിൽക്കുമ്പോ കുട്ടപ്പനാവട്ടെ അവനെ ഇടിക്കാനായിട്ട് ഇപ്പൊ റെഡി ആയിട്ട് നിൽക്കും. അവൻ പറയും ഇന്ന് ഞാൻ എന്റെ ശരീരം കണ്ണിന്റെ പവർ അത് മുഴുവനായിട്ടും ഉപയോഗിക്കും. അങ്ങനെ 2 ആൾക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കുന്നതോടുകൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.